ലോകത്തിൻ്റെ മുക്കുമൂലകളിലും അതുപോലെ തന്നെ ഫാത്തിഹ പോലും അറിയാത്ത എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചു. പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഒരു കാറിയൻ്റെയും മറ്റു കാറിയൻ്റെയും ഇടക്ക് 100, 150, 200, 300 ഒക്കെ കിലോമീറ്റർ ദൂരമാണ്. അതുകൊണ്ട് ഓടിയെത്താനൊന്നും കഴിയാത്ത ദൂരമുള്ളത് കൊണ്ട് ആവാം, പണക്കാർ ഇല്ലാത്തത് കൊണ്ടാവാം. ഏതായാലും പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത വളരെ മുക്കുമൂലകൾ കർണാടക സ്റ്റേറ്റിൽ ധാരാളം ഉള്ളതായി അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സഫ്വാൻ സഖാഫിക്ക് മസ്തർ എന്ന് ഞാൻ തന്നെയാണ് പേരിട്ട് കൊടുത്തത്. മർക്കസ് പോലെ എല്ലാവരും മസ്തർ എന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്ന വലിയൊരു സ്ഥാപനം ആവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പേരിട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ലത്തീഫ് സഖാഫി, ലത്തീഫ് എല്ലാവരും പേര്, നമ്മളെ എഴുത്തുകാരുടെ അരിജൻ സഖാഫി, മുസ്തഫ സഖാഫിൻ്റെ സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെയും ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഓടണം. ഓടിയിട്ട് അങ്ങോട്ട് എത്തണ്ടേ, വളരെയധികം ദൂരം ഓടിയപ്പോഴാണ് ആ സ്ഥാപനത്തിൽ എത്തുന്നത്. ഏതായാലും അവിടെ ചെന്ന് നോക്കുമ്പോഴും ആ നാട്ടിലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള പ്രവർത്തനത്തിനോട് യാതൊരു വാസനയും നേരത്തെ ഇല്ല. ഈ സഖാഫി ചെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തതാണ്. അതേ പ്രകാരം ഒരുപാട് ആളുകൾ, കുറഞ്ഞ സ്ഥലം മാത്രമാണ് മംഗലാപുരം ടൗണ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളും അതേ നിലയിൽ തന്നെയാണ്. ടൗണിലാണെങ്കിലും പണക്കാർ അവരെ മക്കളെ കാശ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ദീൻ പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ്. ബാക്കിയെല്ലാം ഒഴിവുള്ള സമയത്ത് ഫാത്തിഹ പഠിച്ച് കിട്ടിയെങ്കിലായി എന്നല്ലാതെ ദീൻ പഠിപ്പിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ല. ഭൗതികമായി പഠിപ്പിക്കണമെന്ന് നമ്മളാരും ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഭൗതികമായി പഠിപ്പിക്കണം, പക്ഷേ അതോടൊപ്പം അള്ളാഹുവിനെയും അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സംബന്ധിച്ച് പഠിക്കാതെ ഒരു കുട്ടി ഭൗതികമായി മുന്നോട്ട് പോയാൽ അവൻ മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ നാട്ടിലെത്തിയാൽ എത്ര ക്ഷമിച്ചാലും ആ ക്ഷമ കൈമുതലാക്കി നമ്മൾ നാടുകളിൽ ദീനീ സേവനത്തിന് വേണ്ടി ഇറങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നടക്കുകയില്ല. കൂർഗിലുള്ള ഒരൊറ്റ ആൾ മാത്രം അവിടെ ഉള്ളത് അല്ലേ? കൂർഗിലുള്ള എത്ര ആളുണ്ട് കൂർഗിലുള്ള ആൾ? 2 ആൾ, 8 ആൾ. അതായത് 8 ആളാണ് 150 ആളിൽ
എട്ടാണ് കൂറുകളിൽ ഉള്ളത്. അവിടെയൊക്കെ അവരൊക്കെ പോലീസിൽ ഇങ്ങനെ കുത്തിരിക്കാതല്ലാണ്ട് ഒന്നും പഠിക്കാനും മതത്തുണ്ടാക്കാനും ഒന്നും നോക്കാറില്ലായിരുന്നു. ഇപ്പം നമ്മൾ കുറേ കൊല്ലങ്ങളായി അവിടെ പോകാൻ തുടങ്ങിയത് മുതൽക്ക് അൽഹംദുലില്ലാ എല്ലാ മഹല്ലത്തുകളിലും പള്ളികളും മദ്രസകളുമായി അങ്ങനെ വളർന്നു വരികയാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ് അവരെ തട്ടി ഉണർത്തിയാൽ മാത്രം ഉണരും, അല്ലാത്ത പക്ഷം അവർ ഉണരുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും وتواصوا بالحق وتواصوا بالصبر وتواصوا بالحق وتواصوا بالصبر إلا الذين آمنوا وتواصوا بالحق. ولا സൂറത്തിൽ അള്ളാഹു തആല പ്രത്യേകം ജനങ്ങൾ നഷ്ടത്തിലാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, സാലിഹായ അമൽ ചെയ്തവരും വിശ്വസ്തവരും ഒഴികെ എന്ന് പറഞ്ഞിട്ട് സാലിഹായ അമലിൽപ്പെട്ട് തന്നെയാണ് വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കുക എന്നത്. അത് സാലിഹായ അമലിൽ പെടാത്തതുകൊണ്ടല്ല, അതിലൊന്ന് പ്രത്യേകം ഒന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞതാണ്. അതുപോലെ അതിന് ക്ഷമ, അതും സാലിഹായ അമലിൽ പെട്ടതാണ്. എങ്കിലും അതിനെ പ്രത്യേകമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞതാണ്. അതുകൊണ്ട് ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും അതിന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് സഹിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യണം. അത് നിങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിങ് എടുത്ത് ക്ഷമിച്ച് പഠിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ആവണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി തരട്ടെ. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്കും ഉമ്മമാർക്കും നമ്മുടെ ശിഷ്യന്മാർക്കും നമ്മളെ ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകി തരുമാറാകട്ടെ. അള്ളാഹിൻ്റെ റഹ്മത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اشفنا واشف مرضانا يا شافي المرضى. اللهم طول حياتنا مع العلم والتقوى يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. നേരത്തെ ചൊല്ലിക്കൊടുത്ത